ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലെ US സൂചികൾ അവധിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് തന്നെ പോകാം. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നിപ്പോൾ ക്രൂഡിലടക്കം നമുക്കൊരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ശക്തമായിട്ടൊരു ബൈയിങ് മൊമെൻറ്റം WT ക്രൂഡിലാണെങ്കിലും ശരി, ബ്രന്റ് ക്രൂഡിലാണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമ്മൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ബോത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ്സ് അവധിയായിരുന്നു. ആൻഡ് ക്രൂഡ് ഓയിലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ഒത്തിരി ദിവസമായിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രൂഡിന്റെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. നമുക്ക് മേജർ സപ്പോർട്ടായിട്ട് കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ $70. $70 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിടും. അതേസമയം $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മുന്നേറ്റവും എക്സ്പെക്ട് ചെയ്യാം. 70-74 നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഒരവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണുന്നത്. നിലവിൽ, അതായത് ഇന്നലെ അവധിയായിരുന്നെങ്കിൽ പോലും ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും നിലവിൽ ട്രോയ് ഔൺസിന് 2907.42 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ഡേ ഹൈ ആയിട്ടുള്ള $2908.35 എന്നൊരു നിലയ്ക്ക്, ആ ഒരു ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് നിലവിൽ ട്രേഡിംഗ് മുന്നോട്ടേക്ക് പോകുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, സ്വർണത്തിന്റെ കേസിൽ ഒരു അല്പം ഓവർ ഹീറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ കേസിൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളൊരു കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് ദ മൊമെന്റ് അണ്ടർ ടോൺ ലോങ് ടേമിലും ഷോർട്ട് ടേമിലും ബുള്ളിഷായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2875 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് തുടക്കത്തിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ഒരു ഘട്ടത്തിൽ 22,725 എന്നൊരു നില വരെ ഇടിഞ്ഞിരുന്നു. പിന്നെ ആ ഒരു റേഞ്ചിൽ ഒരു നേരിയ കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും നിഫ്റ്റി 50 വളരെ വ്യക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും റിലയൻസ് അടക്കമുള്ള ഹെവി വെയ്റ്റ്സിലൊക്കെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വരികയും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 8 ട്രേഡിംഗ് സെഷൻസിൻ്റെ ആ ഒരു ലൂസിംഗ് സ്ട്രീക്കിന് ശേഷം ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർ ടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. അല്ല, ചൂണ്ടിക്കാണിച്ചതുപോലെ 8 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് ലോസസ് ആയിട്ട് കാണാൻ സാധിച്ചത്. ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി 50യിൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 23,600, അതിനുശേഷം 24,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ഇതിൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് നോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 22,700 പോയിന്റ് ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഫൈനാൻഷ്യലി സ്ട്രോങ് റിസൾട്ട്സ് കാഴ്ചവെച്ചിരിക്കുന്ന നിരവധി സ്റ്റോക്സിൽ നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. അത്തരം സ്റ്റോക്സിൽ നമുക്ക് ആക്ച്വലി ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് അവസരവും ലഭിക്കുന്നുണ്ട്. ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്കൂടി വരികയാണ്. ഒരു പക്ഷേ ഇന്നലെ നിഫ്റ്റിനെ ആ ഒരു പോസിറ്റീവ് ടോണിലേക്ക് നയിച്ചതിൽ നിഫ്റ്റി ബാങ്കും ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലെ ഓഹരികളുടെ പങ്ക് വളരെ വലുതാണ്. HDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലെയുള്ള ഓഹരികളിലായിരുന്നു ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് അവസാന ട്രാവേഴ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോഴും 159 പോയിന്റ്സിൻ്റെ ഒരു നേട്ടത്തിൽ 49,258.9 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 7 ഓഹരികൾ നേട്ടത്തിൽ അവസാനിച്ചപ്പോൾ 5 ഓഹരികളാണ് ഇടിവിലേക്ക് പോയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 2 മേജർ സപ്പോർട്ട്സ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 48,400, അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ടായി 47,800 പോയിന്റിലോ കാണുന്നത്.
ഈ രണ്ട് സപ്പോർട്ട്സ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു ലെവലിൽ നിന്നും നമുക്ക് അല്പം ഒരു റിക്കവറി പ്രതീക്ഷിക്കാം. ബട്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 50,100 അതിനുശേഷം 51,300 റെസിസ്റ്റൻസ് ലെവൽസിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സർ, ഇന്നലത്തെ ഒരു ബാങ്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ HDFC ബാങ്ക് ഓഹരികളുടെ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ്. കാരണം അവസാന ഘട്ടങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടൊരു മൊമെൻറ്റം നിലനിർത്താനായിട്ട് HDFC ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു 11 മണിക്ക് ശേഷമുള്ള ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 10-ക്ക് ശേഷമുള്ള ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കും. കാര്യമായിട്ടുള്ള കറക്ഷൻ ഒന്നും തന്നെ നേരിടാതെയാണ് ഏകദേശം 1.33% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1717.35 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡേ ഹൈ എന്ന് പറയുന്നത് 1720 രൂപയാണ്. അതിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് ക്ലോസ് ചെയ്യാനും HDFC ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫെബ്രുവരി 7 ശേഷം പരിശോധിക്കുമ്പോൾ ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിരുന്നു HDFC ബാങ്ക് ഓഹരികൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിലൂടെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് കടന്നു വന്നിരിക്കുന്നത്. HDFC ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HDFC ബാങ്ക് കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം വലിയൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നേരിട്ടത്. ബാങ്കിങ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്സിലെ ഒരു ബാങ്ക് HDFC ബാങ്ക്. ആൻഡ് ഈ ഒരു കറക്ഷൻ നമുക്ക് ആക്ച്വലി നല്ലൊരു ലോ റിസ്ക് ബൈങ് അവസരം നൽകുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ. ഫ്രം എ ഷോർട്ട് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഈ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1725 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്കിന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1750, അതിനുശേഷം 1770, 1790 ആയിരിക്കും. അപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ കൂടി ചോദിക്കുകയാണ്. കാരണം റിലയൻസിനെ സംബന്ധിച്ചിട്ടും HDFCയോടൊപ്പം തന്നെ നിഫ്റ്റിക്ക് കരുത്ത് പകർന്ന ഒരു ഓഹരിയായിരുന്നു റിലയൻസ് ഓഹരികളെന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള ഏകദേശം 6 ട്രേഡിംഗ് സെഷൻസിലോളം, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 6 ട്രേഡിംഗ് സെഷൻസിലോളം ഇടിവിൽ അവസാനിച്ചതിന് ശേഷമാണ് ഇന്നലെ ഏകദേശം ഒരു 0.5% മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് റിലയൻസ് ഓഹരികൾക്ക് സാധിച്ചിരിക്കുന്നത്. 1224.9 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഓഹരികളിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നമുക്ക് HDFC ബാങ്കും റിലയൻസും കൂടെ ഒന്നിച്ച് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. HDFC ബാങ്കിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് നല്ല സാധ്യത കാണുന്നുണ്ട്. ബട്ട് റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ ഒരു പോസിബിലിറ്റി കാണുന്നുമില്ല. അങ്ങനെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1260, അതിനുശേഷം 1325 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താം. ബട്ട് നമ്മൾ 1190 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ മണപ്പുറം ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഓഹരി കൂടിയാണ് മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്നത്. ഏകദേശം 8.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് 193.2 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് ഇന്നലെ അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് വെള്ളിയാഴ്ചയുള്ള ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം അത്രയും തന്നെ 1% ഒരു നേരിയ തോതിലുള്ളൊരു 8% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതെന്നാണ് ഇന്നലെ വീണ്ടും വളരെ ശക്തമായിട്ടൊരു ബൈങ് ഈ ഒരു ഓഹരിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് കവറിംഗ് ആണോ? ഈ ഒരു മണപ്പുറം ഫിനാൻസിലുള്ള ഈ ഒരു ഓഹരികളുടെ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, മണപ്പുറത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഡിസംബർ മാസത്തിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ മോഡിൽ തന്നെ ആയിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ 203 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ബട്ട് മണപ്പുറം അപേക്ഷിച്ച് നമ്മൾ ആക്ച്വലി ഫൈനാൻഷ്യൽ സർവീസസിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിൽ
23,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസിനെ നയിക്കുന്ന മേജർ സ്റ്റോക്സിലായിരിക്കാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതിലിപ്പോ എടുത്തു പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ചോളമണ്ഡലം, ബജാജ് ട്വിൻസ്, ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, സുന്ദരം ഫിനാൻസ് മുതലായ സ്റ്റോക്സ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇതിൽ ഏത് സ്റ്റോക്കിലാണോ നമുക്ക് ഏറ്റവും കുറവ് റിസ്ക് കാണാൻ സാധിക്കുന്നത് അത്തരം സ്റ്റോക്സിലായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അതിനായിട്ട് അടുത്തതായിട്ട് വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം വേദാന്തയെ സംബന്ധിച്ചിട്ട് ഇന്നൊരു നിർണായകമായിട്ടൊരു ദിവസമാണ്. ഇന്നവരുടെ ക്രെഡിറ്റേഴ്സ് കമ്പനിയുടെ ഡീമേർജിംഗ് പ്ലാനിലുള്ളൊരു വോട്ടിംഗ് രേഖപ്പെടുത്താനായിട്ട് അസോസിയേറ്റ് ചെയ്ത് മീറ്റിംഗ് നടത്തുന്നുണ്ട്. വേദാന്തയുടെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഏകദേശം ഒരു 0.44% നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് വേദാന്ത ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വേദാന്തയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു ഡീമേർജിങ്ങിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, വേദാന്ത എന്ന് പറയുന്ന ഒരു സ്റ്റോക്കില് ഞാൻ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അവോയ്ഡാ ചെയ്യുന്നത്. വേദാന്തയ്ക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി കടം എടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ റിസ്ക് വളരെ ഹൈ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീമേർജർ നടത്തിയത് കൊണ്ട് ഇതിന്റെ ഫൈനാൻഷ്യൽ സർക്കംസ്റ്റൻസസിൽ ഒരു മാറ്റവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് നിരവധി സ്റ്റോക്സ് ഉണ്ട് റിസ്ക് ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ സ്റ്റേജിൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് സീമെൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ സീമെൻസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റാദായത്തിലൊക്കെ എത്ര പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പേഴ്സ് അല്ല കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അറ്റാദായം പരിശോധിക്കുകയാണെങ്കിൽ 562.7 കോടി രൂപയുടെ ഒരു 7 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ സെയിൽസിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു ഇടിവാണ്, ഏകദേശം 28% ഒരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സീമെൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സീമെൻസ് ഒരു വളരെ ക്യാഷ് റിച്ച് ആയിട്ടൊരു കമ്പനിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ബട്ട് എങ്കിലും നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷമുള്ള ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ടൊരു നേട്ടമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇൻഫാക്ട് നവംബർ മാസത്തിന് ശേഷം ഈ ഒരു പോസിറ്റീവ് റിസൾട്ട് വരത്തില്ല എന്നൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ബട്ട് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് വെയിറ്റ്. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് നമുക്ക് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പുതിയൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ വരൺ ബിവറേജസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. FMCG സെഗ്മെന്റിലെ ഈ ഒരു കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, അതായത് ഒരു 3-4 ദിവസം മുമ്പ് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു എങ്കിൽ പോലും അതിനുശേഷം ഒരു 52 വീക്ക് ലോയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. FMCG സെഗ്മെന്റിൽ നിലവിൽ ഇന്നലത്തെ വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു അർബൻ ഡിമാൻഡിലടക്കം ഒരു പോസിറ്റീവ് മൊമെന്റം കടന്നു വരുന്നത് അതൊരു റിവൈവലിനേക്ക് നയിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം 2.5% ഇടിവിൽ 475 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരൺ ബിവറേജസിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കഴിഞ്ഞ 4-5 മാസത്തിനിടെ ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ പ്രാജ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം ഒരു 0.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രാജിന്റെ കേസിലും നിലവിൽ ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ കണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് സെല്ലിങ്ങിനെ തുടർന്ന് നമുക്കൊരു ഷോർട്ട് കവറിംഗ് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 560, 580, 600 ഈ 3 ലെവൽസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
Yes. അടുത്തതായിട്ട് ജുപ്പിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1.26% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ അനുസരിച്ചിട്ട് കമ്പനിക്ക് ഏകദേശം ഒരു 6 ബില്യൺ, അതായത് ഏകദേശം 600 കോടി രൂപയുടെ ഒരു ഓർഡർ അംബുജ സിമൻസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജൂപ്പിറ്റർ വാഗൺസിന്റെ കേസിലും നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു സ്റ്റോക്കിലും പ്രാജ് ഇൻഡസ്ട്രിയെ പോലെ തന്നെ നമുക്കൊരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 340, 360, 380. അടുത്തതായിട്ട് സെൻകോ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സെൻകോ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തം, പ്രത്യേകിച്ചും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ട ഓഹരി കൂടിയാണ് സെൻകോ ഗോൾഡ് എന്ന് പറയുന്നത്. 332 രൂപ എന്ന നിലയിൽ 7.16% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻകോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്നലെ ഒരു 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്ത ഓഹരി കൂടിയാണിത്. Senco Gold is a small cap stock. ആൻഡ് നമ്മളിപ്പോൾ ആക്ച്വലി സെൻകോ ഗോൾഡിന് ഒറ്റപ്പെടുത്താതെ നമ്മൾ ഓവറോൾ ജ്വല്ലറി ഇൻഡസ്ട്രി സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ത്രിപോവൻദാസ്, RBS ജ്വല്ലറി, മോട്ടിസൺ ജ്വല്ലറി, കല്യാൺ ജ്വല്ലേഴ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഒത്തിരി സ്പെക്യുലേറ്റീവ് ബൈയിങ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 4-5 മാസത്തെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും along with the rest of the market നമുക്ക് ഇത്തരം സ്റ്റോക്സിലൊക്കെ അൺവൈൻഡിങ് ഓഫ് ലോങ് പൊസിഷൻസ് കാണാൻ സാധിക്കുന്നത്. സോ സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു റിസ്ക് വളരെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതായത് സെല്ലിംഗ് നടക്കുന്ന സമയത്ത് വളരെ കനത്ത സെല്ലിംഗ് നേരിടാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ഇത്തരം സ്റ്റോക്സ്. സോ കറന്റ് ലെവൽസിലെ സെൻകോ ഗോൾഡിൽ നമുക്ക് ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 360, അതിനുശേഷം 400. അടുത്തതായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.72% ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് എത്തിയിരിക്കുന്നത് മാർക്സെക്കുമായിട്ടൊരു MOU അല്ലെങ്കിൽ ഒരു മെമ്മോർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പ് റിപ്പയർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇത്തരത്തിലുള്ള നാഴികക്കല്ലിലേക്കാണ് കമ്പനി കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ നോക്കിക്കാണുന്നത്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു പോസിറ്റീവ് നമുക്ക് ചാർട്ട് പരിശോധിക്കുമ്പോൾ പോസിറ്റീവ് ഇത് കാണാൻ സാധിക്കുന്നത് 1260 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 1260 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1600 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഫാർമ സെക്ടറിൽ നിന്നുള്ള പിരമൽ ഫാർമയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ പൊതുവേ ഒരു മ്യൂട്ടഡ് ആയിരുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ പോലും ആ ഒരു വിപണിയിൽ പോലും ഏകദേശം 8% മുകളിൽ ഒരു നേട്ടം നൽകാനായിട്ട് പിരമൽ ഫാർമയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 199.9 എന്ന നിലയിൽ പിരമൽ ഫാർമയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പിരമൽ ഫാർമയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി വെറും ഷോർട്ട് കവറിംഗ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 220, അതിനുശേഷം 245 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ആ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ആ ഒരു ലെവലിലോട്ട് എത്തുമ്പോൾ ലോങ് പൊസിഷൻസ് ഫൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
അടുത്തതായിട്ട് ഇന്നലെ 52 വീക്ക് ലോയിലേക്ക് എത്തിയ ഒരു ഓഹരി എന്ന് പറയുന്നത് ഈസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നു. ഏകദേശം തുടർച്ചയായിട്ടൊരു 6 ട്രേഡിംഗ് സെഷൻസിലോളമായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ഓഹരിയാണ്. ഈ 6 ട്രേഡിംഗ് സെഷൻസിലായിട്ട് 18% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള ഒരു ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയൊരു സ്റ്റോക്കായിരുന്നു ഈസ് ഓഫ്. ലിസ്റ്റിംഗിന് ശേഷം നഷ്ടം മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ആൻഡ് അതിനെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലത്തെ വ്യാപാരത്തിൽ ഇതൊരു ഓൾ ടൈം ലോ ലെവലിലോട്ടായിരുന്നു എത്തിച്ചേർന്നത്. നമുക്ക് ഈ സ്റ്റോക്കിലും ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. അടുത്തതായി അശോക ബിൽക്കോണിനുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അശോക ബിൽക്കോണിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 206.6 എന്നൊരു നിലയിലാണ്. അശോക ബിൽക്കോണിനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിയാലിറ്റി സ്പേസിൽ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കായിട്ട് അശോക ബിൽക്കോണിനെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മൾ റിയാലിറ്റി മേഖലയിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗോദ്രേജ് പ്രോപ്പർട്ടി, ശോഭ, ഓബ്രോയ്, DLF മുതലായ സ്റ്റോക്സ് എല്ലാം ആയിരിക്കണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ബട്ട് നമ്മൾ ഓവറോൾ റിയാലിറ്റി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ടറിൽ തന്നെ ആകെ ബെയറിഷ്നെസ് മാത്രമേ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നുള്ളൂ. അടുത്തതായി ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 5.5% മുകളിലൊരു ഇടിവിലാണ്. ഏകദേശം ഒരു ഫെബ്രുവരി 5 ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ് ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാൽബ്രോസും വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ആൻഡ് കഴിഞ്ഞ ഒരു 2 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കനത്ത സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടാൽബ്രോസ്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഷോർട്ട് കവറിംഗ് നടക്കണമെങ്കിൽ ആദ്യം തന്നെ 240, 260, 280 ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അടുത്തതായിട്ട് ഇന്നലെ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരികളിൽ ഒന്നായിരുന്നു സെൻ ടെക്നോളജീസ്. ഒരു ലോവർ സർക്യൂട്ടിലേക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ലോവർ സർക്യൂട്ടിൽ എത്തിയ ഓഹരിയായിരുന്നു സെൻ ടെക്നോളജീസ് എന്ന് പറയുന്നത്. 1080 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 16-ാം തീയതി, അതായത് 16-ാം തീയതി ഒരു 52 വീക്ക് ലോയിലേക്കും ഈ ഒരു ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ ബേസിസിൽ ഒരു മൊമെൻറ്റം നിലനിർത്താൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം പകുതിയോളമാണ് അവരുടെ അറ്റാദായത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 50%-ഓളമാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സെൻടെക്കിന്റെ കേസിലും ലോങ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇന്നലെ നമുക്ക് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത്. അതിനുശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 890 രൂപ. ബട്ട് ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1300, 1400, 1500 ഈ 3 ലെവൽസ് വരുന്ന സമയത്ത് നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാനായിരിക്കും ശ്രമിക്കേണ്ടത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.